സ്വർണം കട്ടതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രാജ്യാന്തര വിഗ്രഹക്കടത്താണോ എന്നാണ് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചത്. രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമാണ് പോറ്റിയുടെ നീക്കങ്ങൾ. ആരാണ് കോടതി പരാമർശിച്ച സുഭാഷ് കപൂർ? അറിയാം. അശ്വതി സതീഷിന്റെ റിപ്പോർട്ട്. അമേരിക്കൻ പൗരനാണ് ഹൈക്കോടതി പരാമർശിച്ച കുപ്രസിദ്ധ വിഗ്രഹ കടത്തുകാരൻ സുഭാഷ് കപൂർ. അന്താരാഷ്ട്ര പുരാവസ്തു വ്യാപാരി എന്നറിയപ്പെടുന്ന ഇയാൾ അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. വിഗ്രഹങ്ങൾ മോഷ്ടിച്ച് അനധികൃതമായി കയറ്റുമതി ചെയ്യുന്നതാണ് സുഭാഷ് കപൂറിന്റെ പതിവ് രീതി. ഭാരതം, തെക്കുകിഴക്കൻ ഏഷ്യ, പശ്ചിമേഷ്യ തുടങ്ങിയിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പുരാവസ്തുക്കളാണ് ഇയാൾ കടത്തിയത്. ക്ഷേത്ര ജീവനക്കാരെ പണം നൽകി സ്വാധീനിച്ച് വിഗ്രഹത്തിന്റെ രൂപരേഖ തയ്യാറാക്കും. ഇതുപയോഗിച്ച് വിഗ്രഹത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം നിർമ്മിക്കും. ഇരുട്ടിന്റെ മറവിൽ ഈ വിഗ്രഹം മാറ്റിവെച്ച് യഥാർത്ഥ വിഗ്രഹം കടത്തും. കൂട്ടാളികളെ വെച്ചായിരുന്നു സുഭാഷ് കപൂറിന്റെ കവർച്ച. അനാഥമായ ക്ഷേത്രങ്ങളും ഇയാൾ ലക്ഷ്യം വെച്ചു. സമാനമായ രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കവർച്ച നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. മാൻഹാട്ടനിൽ ആർട്ട് ഓഫ് ദി പാസ്റ്റ് എന്ന പേരിലുള്ള ഗ്യാലറിയുടെ മറവിലായിരുന്നു റാക്കറ്റ് സജീവമായത്. 2000-ൽ തമിഴകത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് 94 കോടി രൂപയിലധികം വില വരുന്ന 19 പുരാതന പഞ്ചലോഹ ദേവവിഗ്രഹങ്ങൾ മോഷ്ടിച്ച് കയറ്റുമതി ചെയ്തു. ചോള കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളായിരുന്നു കവർന്നത്. മോഷണത്തിന് പിന്നാലെ സുഭാഷിന്റെ പങ്ക് വ്യക്തമായതോടെ അന്വേഷണം ശക്തമാക്കി. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. തുടർന്ന് 2012 ജൂലൈയിൽ ചെന്നൈയിലെ ഐഡൽവിംഗ് പോലീസിന് കൈമാറി. 2022-ൽ തമിഴ്നാട്ടിലെ കുംഭകോണത്തെ കോടതി സുഭാഷ് കപൂറിനും കൂട്ടാളികൾക്കും 10 വർഷത്തെ തടവ് വിധിച്ചു. മലയാളിയായ സഞ്ജീവി അശോകൻ എന്നയാൾ ഉൾപ്പെടെ 5 പേരാണ് സുഭാഷ് കപൂറിന് പുറമെ ശിക്ഷ അനുഭവിക്കുന്നത്. സുഭാഷ് കപൂറിന്റെ വലങ്കൈ എന്നാണ് തിരുവനന്തപുരം സ്വദേശി സഞ്ജീവി അശോകൻ അറിയപ്പെട്ടിരുന്നത്. സെൽവ എക്സ്പോർട്സ് എന്ന പേരിൽ സഞ്ജീവ് നടത്തിയിരുന്ന കമ്പനിയുടെ അക്കൗണ്ടുകളിലായിരുന്നു സുഭാഷിന്റെ പണമിടപാടുകൾ അത്രയും. നിലവിൽ ട്രിച്ചി സെൻട്രൽ ജയിലിലാണ് വിഗ്രഹമോഷ്ടാവായ സുഭാഷ് കപൂർ. ലോകമെമ്പാടുമുള്ള പ്രധാന മ്യൂസിയങ്ങളിൽ ഇത്തരത്തിൽ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ വ്യാജരേഖ നിർമ്മിച്ച് വിൽപ്പന നടത്തും. ഓപ്പറേഷൻ ഹിഡൻ ഐഡൽ എന്ന പേരിൽ അമേരിക്കയിൽ നടത്തിയ പരിശോധനയിൽ $143 ദശലക്ഷം വില വരുന്ന 2500-ലധികം പുരാവസ്തുക്കളാണ് പിടിച്ചെടുത്തത്. പുരാവസ്തു കവർച്ച, കൊള്ളയടിക്കൽ തുടങ്ങി 86 കുറ്റങ്ങൾ മാൻഹാട്ടൻ ഡിസ്ട്രിക്ട് അറ്റോർണി ഓഫീസ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഭാരതത്തിലെ നിയമ നടപടികൾക്ക് ശേഷം അമേരിക്കയിലും വിചാരണ തുടരും.